അച്ഛാ, എന്താ മോളെ? ഹോം നഴ്സിനെ വെക്കാൻ തീരുമാനിച്ചു അല്ലേ? നടക്കട്ടെ മോളെ. പാർവതി അമ്മയും കെട്ടിത്തൂക്കി ചാകാൻ നിൽക്കുക. ഹോം നേഴ്സ് എന്ന് പറഞ്ഞു. മോളെന്തിനാ അതിന് സങ്കടപ്പെടുന്നായി? എന്റെ അവകാശം അല്ലായിരുന്നു അച്ഛ എത്തിമോളെ നോക്കുന്നത്. ഞാൻ അത്ര കാര്യമായിട്ടല്ലായിരുന്നു. മോളെ, എന്റെ മോടെ അവകാശങ്ങളൊന്നും ആരും തട്ടിയെടുക്കത്തില്ല. മോളൊരു വേലക്കാരിയെ ഒതുങ്ങുന്നു അച്ഛന് തോന്നിയതുകൊണ്ടാണ് ഹോം നേഴ്സിനെ വെക്കുന്നത്. നിത്യം നോക്കുന്നത് എനിക്കൊരു ജോലിയാണോ അച്ഛാ? എന്റെ കടമയല്ലേ അത്? അതേ മോളെ, മോടെ അവകാശവും അധികാരവും ഒന്നും ഇല്ലാതാകുന്നില്ലല്ലോ. ഏതോ ഒരു പെണ്ണ് അവിടെ ജോലി ചെയ്യാൻ വരുന്നു, അത്രമാത്രം. മോക്കെന്തെങ്കിലും ജോലി ശരിയായ അതിന് പോവുകയും ചെയ്യാം. നിത്യയ്ക്ക് കൂട്ട് ഹോം നേഴ്സ് ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തില് എനിക്കും ജോലിക്ക് പോവാം. അതിപ്പോ നമ്മളില്ലെങ്കിലും അമ്മ ഉണ്ടാവില്ല ഇവിടെ. പാർവതിയുടെ കണ്ണിപ്പോ ശരത്ത് മൂടിക്കെട്ടിയിരിക്കാൻ മോളെ. മരുന്നാന്ന് പറഞ്ഞ് അവൻ നാളെ നെത്തിമോക്ക് വിഷം കൊടുത്താലും പാർവതി കണ്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതെന്തെങ്കിലും ആയിക്കോട്ടെ മോളൊന്ന് ഓർത്ത് തല പുണ്ണാക്കണ്ട. അല്ല ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറയുമ്പോ വലിയ ശമ്പളമൊക്കെ ആവില്ലേ? 15-17 വരും. ഈ ഏജൻസിയുടെ കമ്മീഷനോട് ചേർത്താ. എന്റെ ഈശ്വര, അച്ഛൻ ഒരു മാസം വണ്ടി ഓടിച്ച കിട്ടുന്ന കാശല്ലേ അത്? സാരല്ല അച്ഛാ, ഞാൻ എന്തേലും ഒരു ജോലി കണ്ടുപിടിച്ചോളാം. ഇനിയിപ്പോ നിരഞ്ജൻ ഡോക്ടറുടെ ക്ലിനിക്കിലെ ജോലി മാത്രം പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ജോലിയും ഞാൻ ചെയ്യും. അച്ഛാ, നിത്യമോളുടെ ഹോം നഴ്സിന്റെ ശമ്പളം ഞാൻ കൊടുത്തോളാം. അച്ഛാ, എന്താ അച്ഛാ? എന്റെ സുതിമോനെ ഓർത്തപ്പോ അച്ഛന് സങ്കടം തോന്നുന്നു മോളെ. എന്റെ മോടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എന്റെ കുഞ്ഞിനില്ലാതെ പോയല്ലോ എന്ന് ഓർത്തതാണ്. എന്നതാടാ കൂട്ടിലിട്ട വെരുകിനെ പോലെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്? രാത്രി വല്ല ഒളിച്ചോട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ ഞാൻ ചേച്ചി അറിയിക്കാം. അറിയിക്കണേ. ചേച്ചിയമ്മയ്ക്ക് ഒരു വണ്ടി പറഞ്ഞു വെക്കാനാ, അല്ല അങ്ങോട്ട് ഓടി വരാനായിട്ടേ. എന്നതാളിയാ കോള് കിട്ടുന്നില്ലേ? നെറ്റ്വർക്ക് എറാളിയാ. സുധിയുടെ വീട്ടുമുറ്റത്തൊരു ടവർ വെക്കടാ, അപ്പൊ ദേവിക്ക് പെട്ടെന്ന് കിട്ടും. എന്റെ പ്രേമേ, നിന്റെ നാക്കൊന്ന് അടക്ക്. എന്താ? കഴുത്തിന് ചുറ്റും നാക്കെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കെന്താ അസൂയ? നിന്നെ പോലെ ഒരു പ്രഭാഷകയെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കയില്ലേ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോളണം, നീ കുഞ്ഞളീനെ കുത്താൻ സദാസമയം ഇവിടെ ദേവികയുടെ പേര് പറഞ്ഞാൽ ചന്ദ്രലേഖ ഒരു ദിവസം ബാഗും തൂക്കി അതിന്റെ പാട്ടിനങ്ങ് പോകും. അയ്യോ അപ്പ വരാല് വെള്ളത്തിലേ എന്ന് പറഞ്ഞ് നീ ഇവിടെ ഇരിക്കേണ്ടി വരും. ഹലോ ഹലോ ദേവിക, കേൾക്കാമോ? ഹലോ ദേവിക. പറയ് സത്തു. ഞാൻ വെറുതെ വിളിച്ചതാ. എന്നെ ഇനിയും തല്ലി ഒളിക്കാനുള്ള പരിപാടി വല്ലതുമാണോ? അയ്യോ അല്ല. എന്തായി അവിടുത്തെ ഹോംലെസ് ഇഷ്യൂ ഒക്കെ?
അക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഞാനിപ്പോ അച്ഛനോട് സംസാരിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളത് പെട്ടെന്ന് തന്നെ വേണം എനിക്ക്. ഞാൻ ദേവികയെ സഹായിക്കണോ? അയ്യോ വേണ്ടേ. ഇനി അതിന്റെ പേരില് കൂട്ടത്തല്ല് നടക്കാൻ വേണ്ടിയോ? ദേവിക, അച്ഛനൊന്ന് ഫോൺ കൊടുക്കാവോ? എന്നാത്തിനാ വക്കീലേ? പേടിക്കണ്ട, കല്യാണം ആലോചനിക്കൊന്നുമല്ല. എന്നാ കൊടുക്കാം. അച്ഛാ, സിദ്ധുവാ. ആ മോനെ, സുഖാണോ അച്ഛാ? ഈ ചോദ്യത്തിന് അർത്ഥമില്ലെന്നറിയാം, എന്നാലും മനസ്സിലാവും മോനെ. അച്ഛാ, നിത്യമോൾക്ക് എങ്ങനെയുണ്ട്? കാത്തിരിക്കുന്നു മോനെ. കയറലൊരുക്കി കാത്തിരിക്കുക, എന്റെ കുഞ്ഞിന്റെ നാവൊന്ന് ചലിക്കാനായിട്ട്. നടക്കൂ അച്ഛാ. സിദ്ധുവാ. മോനെ, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാവേ. ഹലോ അച്ഛാ. ഹലോ, നീ എന്താടി കാണിച്ചേ? ദേവികയെ വിളിക്കുന്നവര് ദേവികയോട് സംസാരിച്ചാ മതി. മനോഹരേട്ട സംസാരിക്കണ്ട. അത് നീയാണോട് തീരുമാനിക്കുന്ന അഹങ്കാരി. എന്റെ മകന്റെ സ്ഥാനത്താ സിദ്ധു. അകത്ത് മകളൊരുത്തി ശവം പോലെ കിടപ്പുണ്ട്, അറിയാലോ. അതിന് കാരണക്കാരനെന്ന് സംശയിക്കുന്നവനെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്ക് ചിലപ്പോ ഉൾക്കൊള്ളാനാവില്ല.